എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. നമസ്കാരം. സമയം 8:26 16/6/2026. കഴിഞ്ഞ ദിവസം പറഞ്ഞ രീതിയിൽ മൂവ്മെൻറ്റ് ഏകദേശം നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് എത്തി. നമ്മൾ ഓൾറെഡി വൈൻഡ് അപ്പ് ചെയ്തു. അതിനുശേഷം 50-ന് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റും നല്ല രീതിയിൽ മാർക്കറ്റിൽ മൂവായി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് കണ്ടീഷൻ എന്ന് നോക്കാം. ഇപ്പോൾ ട്രെൻഡ് വൈസ് നോക്കുമ്പോഴത്തേക്ക് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ എന്താണോ മനസ്സിലാക്കിയ ഒരു ഏരിയ, ആ ഏരിയ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സോൺ മാർക്ക് ചെയ്യാനായിട്ടുള്ളത് 4329. അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസോൾട്ടേഷൻ സോണിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു ലെവൽ ഫോക്കസ് ചെയ്യാം. 4329 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 4339, അതേപോലെ തന്നെ 4344 എന്നുള്ളൊരു ലെവലുണ്ട്. ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആയിട്ട് നിലവിൽ കാണുന്നത്, ഒരു സ്കാൽപ്പിംഗ് എന്നുള്ള പോലെ. ഈ മാർക്കറ്റ് ലോവിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന അതേ ഒരു ഏരിയ തന്നെ വീണ്ടും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അത് 4310 താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ 4310 താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ 4299 ഭാഗത്തേക്കും അപ്രോക്സിമേറ്റ് ലെവലാണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ എവിടെയാണോ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നത് എന്നുള്ളതിനാണ് പ്രസക്തി. ഇതൊക്കെയാണ് അപ്കമിങ് ആയിട്ടുള്ള ഒരു വ്യൂസ് ആയിട്ട് നിലവിൽ കാണുന്നത്. ഇപ്പോൾ പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ട്രെൻഡ് വൈസ് നോക്കുമ്പോൾ 5 മിനിറ്റിൽ നിലവിൽ റെഡ് ആണ്, ബട്ട് ഇവിടെ ഗ്രീൻ ആണ്. പക്ഷെ കപ്പ കൺസോൾട്ടേഷൻ സോൺ ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെയും ഗ്രീനായി, ഇതും അപ്സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് മാർക്കറ്റിൽ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ 15 മിനിറ്റ്സിൽ നോക്കുമ്പോഴത്തേക്കും ട്രെൻഡ് ഓൾമോസ്റ്റ് ഡൗൺ സൈഡ് ആണ് 15 മിനിറ്റ്സിൽ നിൽക്കുന്നത്. അപ്പോൾ അത് കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ടാണ് ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയും താഴത്തോട്ട് വരണം, ഇവിടെയും റെഡ് ആവണം, കൂട്ടത്തിൽ ഈ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്യുമ്പോൾ 3 കൺഫർമേഷൻ എടുത്തിട്ടാണ് ഒരു ട്രെൻഡ് അനലൈസ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ, 30 മിനിറ്റിലും മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പല ടൈം ഫ്രെയിമും പല ഡിഫറൻറ്റ് വേവ് ലെങ്ത്തിൽ നിൽക്കുമ്പോഴത്തേക്കും കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴാണ് നല്ല ലെങ്തി ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ എല്ലാം ഒരേ ദിശയിലായിരിക്കണം. കാരണം ഇവിടെ ഇപ്പോൾ ഗ്രീനായി, ട്രെൻഡ് അനുകൂലമായി, ഇവിടെ ഗ്രീനായി, 15 മിനിറ്റ്സിലും ഇതേപോലെ ഗ്രീൻ ആകുമ്പോഴത്തേക്കുമാണ് ആ ട്രെൻഡിനൊരു അനുകൂല സാധ്യത വരുന്നത്. ഇപ്പോൾ ഇവിടെ റെഡ് ആയിട്ടുണ്ട്, പക്ഷേ ഈ ഡൈവർജൻസ് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് താഴത്തോട്ട് തിരിയുക. അപ്പോൾ ട്രെൻഡ് അനുകൂലമായിരിക്കണം, ഇവിടെ ഗ്രീൻ അനുകൂലമായിരിക്കണം, അതേപോലെ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണം. ഇത്രയും കൺഫർമേഷൻസ് എടുത്തിട്ടാണ് മാർക്കറ്റിൽ ഒരു ലെവൽ ഐഡൻറ്റിഫൈ എടുക്കണം. ഈ ഒരു 4294, 92, 90 എന്നുള്ളൊരു ലെവല് അത്യാവശ്യം 100% മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ്. അപ്പോൾ ഇവിടുത്തെ കൺസോൾട്ടേഷൻ ശേഷം അങ്ങോട്ടൊരു ബ്രേക്കൗട്ട് വരുമ്പോൾ മാത്രം നോക്കുക. അതുവരെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സമയം 1:18 ആയിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രേക്കൗട്ട് സ്റ്റേജിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ 43-29 അല്ലെങ്കിൽ 21 ആ ഭാഗത്തേക്കുള്ള 29 ആ ഭാഗത്തൊരു ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടാ 4339 ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവുമെന്ന് ഓൾറെഡി രാവിലെ മുതൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു റെക്ടാങ്കിൾ ബോക്സ് ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ വ്യൂസ് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ ഞാനാണെങ്കിലും വ്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നോർമലായിട്ടൊരു വ്യൂ കണ്ടിട്ട് ട്രേഡ് എടുക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ
ഒരുപാട് ആളുകൾ കോൾ എടുക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ടിപ്പ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു കൊടുക്കുന്നുണ്ട്. ബൈ എൻട്രി ഇത്ര, സ്റ്റോപ്പ് ലോസ് ഇത്ര, ടാർഗറ്റ് ഇത്ര എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു നോളജും ഒരു സ്ട്രാറ്റജി ചാർട്ടൊക്കെ നോക്കി ചെയ്യുന്ന ഒരാളും അതേപോലെ തന്നെ കോളും ടിപ്പും എടുത്ത് ചെയ്യുന്ന ഒരാൾക്കാരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാനൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഞാൻ രാവിലെ തൊട്ട് കാത്തിരിക്കുന്നതാണ് ഈ ഒരു 23.39 എന്നുള്ള ഒരു ലെവലും ബോട്ടം സൈഡിൽ 42.95 എന്നുള്ള ഒരു ലെവലും ഒരു കൺസോൾട്ടേഷൻ റെക്ടാങ്കിൾ സോണും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് രാവിലെ ഏകദേശം ഒരു 9 മണിയായപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് ഈ ഭാഗത്ത് വന്നു. ഇപ്പോൾ നോർമലി കോളും ടിപ്പും എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കും, അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ അനുസരിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കും, ടാർഗറ്റ് ഇവിടെ ഇട്ട് വെക്കും. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. എന്താണ് അതിൻ്റെ റീസൺ? ഞാനിവിടെ ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് കണ്ടും പൂട്ടി എടുത്തതാണോ പ്രശ്നം? ബേസിക് ആയിട്ടുള്ള നോളജ് ഇല്ലാത്തതാണോ പ്രശ്നം? അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം. 30 മിനിറ്റിൽ ട്രെൻഡ് ഓൾറെഡി അപ്പർ സൈഡാണ്, ഗ്രീനും അപ്പർ സൈഡാണ്. 1 അവറിൽ ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് വന്നിട്ടുണ്ട്, ഗ്രീനും അപ്പർ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെന്താണ് രാവിലെ ബ്രേക്ക്ഔട്ട് വന്നിട്ട് മാർക്കറ്റ് ഡൗണിലേക്ക് പോയത്? 30 മിനിറ്റും 1 അവറും അടിപൊളിയാണ്, ബട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്ക്ഔട്ട് ഓൾമോസ്റ്റ് വന്നിട്ടില്ല. 15 മിനിറ്റ്സിൽ ട്രെൻഡ് അനുകൂലമാണ്, ബട്ട് ഇവിടെ എന്താ റെഡ് ആണ്. 15 മിനിറ്റ്സിൽ ഗ്രീൻ വന്നു, ആ ബ്രേക്ക്ഔട്ടാണ് നമുക്ക് ട്രെൻഡും കൂടെ അനുകൂലമായിട്ട് വരുമ്പോഴത്തേക്കും ഈസി ആയിട്ട് ടാർഗറ്റിലേക്ക് എത്തുന്നത്. അപ്പം ഈ ബ്രേക്ക്ഔട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് ബേസിക് നോളജ് വേണ്ടേ? ചുമ്മാ ഒരു ബ്രേക്ക്ഔട്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാടി കയറി ഈ റെഡ് കാണുന്ന സമയത്ത് കോളും ടിപ്പ് എടുക്കുന്നവരാണെങ്കിൽ മെസ്സേജ് മാത്രം മതി. എൻട്രി പ്രൈസ് നേരത്തെ ഇട്ട് അവിടെ വെച്ചേക്കും. മാർക്കറ്റ് അപ്പ് സൈഡ് ആണോ ഡൗൺ സൈഡ് ആണോ എന്നും നോക്കാറില്ല. ഇനിയുള്ള ഈ മൂവ്മെന്റ് ഓൾറെഡി ബ്രേക്ക്ഔട്ട് ആയിട്ടുണ്ട്. 29 നിന്ന് 31 വരെ 2 പോയിന്റ് ബ്രേക്ക്ഔട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് തിരിച്ചൊന്ന് താഴത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഫ്ലക്ച്വേഷൻസ് എന്തായാലും നോർമലി നല്ല രീതിയിൽ ഉണ്ടാവും. ഈ മൂവ്മെന്റ് കറക്റ്റായിട്ട് എങ്ങോട്ട് പോകും? 43-39 ഭാഗത്തേക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. അത് ടാർഗറ്റ് കൺഫേം ആയിട്ട് 100% ടാർഗറ്റ് റീച്ച് ചെയ്യും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ മാർക്കറ്റിലേക്ക് ഒരു മൂവ്മെന്റ് വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ചാടിക്കേറി തോന്നണ പാടെ ലെവൽ കണ്ടിട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോസേ വരത്തുള്ളൂ. ഒരു ടാർഗറ്റിലേക്കൊന്നും നമുക്ക് ഈസി ആയിട്ട് എത്തിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സമയം 1:40 ആയിട്ടുണ്ട്. ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് മാർക്കറ്റിൽ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്ത് എടുക്കേണ്ടത്? 10 പോയിന്റ് എങ്കിൽ 10 പോയിന്റ് കൃത്യമായിട്ട് എൻട്രി എക്സിറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യണം, എവിടെയൊക്കെ എൻട്രി ചെയ്യേണ്ടത്, എവിടെ എക്സിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്, തോന്നണ പോലെ എൻട്രി എടുക്കണോ അതോ വാച്ച് ചെയ്ത് ക്ഷമയോടുകൂടി എൻട്രി എടുക്കണോ, കറക്റ്റായിട്ടുള്ള എൻട്രി ആണോ, കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ ആണോ എന്നൊക്കെ അറിയാനായിട്ട് ഈ ചാർട്ട് വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പോൾ പുറത്തുനിന്ന് പല ആൾക്കാരും കോളും ടിപ്പും ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ എടുത്തു കഴിഞ്ഞ ഉടനെ മാർക്കറ്റ് ലോസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ മാർക്കറ്റ് ടാർഗറ്റിലേക്ക് പോകുന്നു എന്നുള്ളതൊരു സ്ഥിരം പല്ലവിയാണ്. അപ്പോൾ എവിടം വരെയൊക്കെ ടാർഗറ്റ് ഉണ്ട്, എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, എവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണം, നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സമയം എടുത്ത് ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാം. അനാവശ്യ ട്രേഡൊക്കെ ഒഴിവാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് പഠിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. അതേപോലെ ഫോറക്സിൻ്റെ വ്യൂസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് വ്യൂസ് നോക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കാനുള്ള സ്റ്റഡി റൂമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരു പെർഫെക്റ്റ് ട്രേഡർ ആവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. മെസ്സേജസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ഓപ്പർച്യൂണിറ്റി നല്ലത് കിട്ടിയത്. അത് 100% കോൺഫിഡൻറ്റോട് കൂടി എങ്ങനെ പോസിറ്റീവായിട്ട് ഇരുന്ന് ടാർഗറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ലൈവ് അനാലിസിസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ, എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഓൾ ദി ബെസ്റ്റ്.